ചോദിച്ചത് കേട്ടില്ലേ മാളു നീ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്? ഞങ്ങൾ നാണം കെടുത്താൻ വല്ല അസുരവിത്തം നിന്റെ വയറ്റിൽ കുരുത്തോന്ന്? ദേഷ്യത്തോടെ മുന്നിലെ ഭക്ഷണം തട്ടി എറിഞ്ഞുകൊണ്ട് വർമ്മ ചോദിച്ചു കേട്ടതും നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ചവൾ പിന്നെ ഒരു വിതുമ്പിലോടെ തല കുലുക്കിക്കൊണ്ട് ചുമരിലേക്ക് തല ചേർത്ത് നിന്നു. മാളുവിൻ്റെ മറുപടി കേട്ടതും എല്ലാവരും തറഞ്ഞു നിന്നു പോയി. തീർത്തിയാണെങ്കിൽ അമ്പരപ്പോടെ അവളെ നോക്കിയിരുന്നു. ആസത്തെ, കുടുംബത്തെ നാണം കെടുത്തതിനേക്കാൾ നല്ലത് നീ ചാത്ത തുറിയുന്നത് തന്നെയാണ്. മാളുവിൻ്റെ അച്ഛൻ ജഗൻ ദേഷ്യത്തിൽ വന്നവളുടെ കവളിൽ അമർത്തി പിടിച്ചതും കരച്ചിലൂടെ മുഖം അമർത്തി ആകെ കുഴഞ്ഞു നിന്നവൾ. ജഗ, 4 ആൾ അറിയും മുൻപ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തേക്ക്. കുടുംബത്ത് ഇതുപോലൊന്നും ഉണ്ടായാൽ എന്ത് ചെയ്യാനാ? ആഘോഷം നടക്കില്ല മുത്തശ്ശ. എൻ്റെ ശരീരം അത് താങ്ങിയില്ലെന്ന്, മരണം വരെ സംഭവിക്കുമെന്നറിഞ്ഞപ്പോൾ ഞാനതിന് തുനിഞ്ഞില്ല. വർമ്മ ദേഷ്യത്തിൽ പറഞ്ഞതും മാള് മുഖം താഴ്ത്തി നിന്ന് പതിയെ പറഞ്ഞു. അത് പറയുമ്പോൾ അവളെ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താകും എല്ലാവരുടെയും മറുപടി എന്നോർത്ത്. ആരടിയവൻ? ഇന്ദ്രൻ പല്ല് കടിച്ചുകൊണ്ട് മാളുവിൻ്റെ തലമുടിക്ക് മുറുക്കി പിടിച്ചുണ്ടലറി. അലോഷി വർഗീസ്, എൻ്റെ കൂടെയാണ് പഠിക്കുന്നേ. അയ്യോ എൻ്റെ ദൈവങ്ങളെ! ആ പേര് കേട്ടതും ഭാമ ചെവി പൊത്തി കരഞ്ഞുകൊണ്ട് ജഗൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നസ്രാണിയോ? ശിവശിവ, കുടുംബം മുടിക്കാനുണ്ടായ സന്തതി. വർമ്മ രൂക്ഷമായി മാളുവിനെ നോക്കിക്കൊണ്ട് ചേറിലായിട്ടിരുന്നു. അയാളാകെ പോഞ്ഞു തുടങ്ങിയിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ നമ്മുടെ കുടുംബം മറന്നിട്ട് ഒരു നസ്രാണി ചെറുക്കനെ സ്നേഹിച്ചത്? ഇന്ദ്രൻ അമർഷത്തോടെ പല്ലുകൾ കടിച്ച് ചോദിച്ചതും മാളു വിറയലോടെ അവനെ മുഖമുയർത്തി നോക്കി. ഇന്ദ്ര, മുത്തശ്ശ, വർമ്മ ഗൗരവത്തിൽ വിളിച്ചതും ഇന്ദ്രൻ അയാളെ ചോദ്യഭാവത്തിൽ നോക്കി. എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി പൂട്ടിയിട്ടേക്ക്. എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. കുടുംബത്തുള്ള ഒരേ ഒരു പെൺതരിയല്ലേ, അങ്ങനെ ഒറ്റയടിക്ക് കൊന്നുകളയൊന്നും പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങൾ അവളെ പൂട്ടിയിട്ടിട്ട് എൻ്റെ മുറിയിലേക്കൊന്ന് വാ. വർമ്മ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അയാളുടെ മുറിയിലേക്ക് പോയി. അവളെ വെറുപ്പോടെ നോക്കി ബാക്കിയുള്ളവരും വാടി ഇവിടെ. മാളുവിനെ വലിച്ചഴിച്ചതുപോലെ ഇന്ദ്രൻ അവളെ റൂമിലാക്കി പുറത്തുനിന്നും ഡോർ ലോക്ക് ചെയ്തു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തീർത്ത് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി താൻ എന്തിനാണ് പട്ടിണി കിടക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു അവൾക്ക്. അത് കാണി മാളുവിനെ റൂമിലാക്കി പുറത്തേക്ക് വന്ന ഇന്ദ്രൻ വെറുപ്പോടെ മുഖം തിരിച്ചു. പിന്നെ അവൻ്റെ അച്ഛനും സിദ്ധുവുമായിട്ട് വർമ്മയുടെ മുറിയിലേക്ക് നടന്നു. അവരെ കാത്തിരുന്നതുപോലെ വർമ്മ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റതും എല്ലാവരും അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായിരുന്നു. അച്ഛാ, വർമ്മ പറഞ്ഞു കേട്ടതും വിശ്വാസം വരാതെ ജഗൻ അയാളെ ഞെട്ടലോടെ വിളിച്ചു. ഇന്ദ്രൻ്റെയും സിദ്ധുവിൻ്റെയും ഭാവം ഏകദേശം അത് തന്നെ. എങ്ങനെയെങ്കിലും ഇത് നടത്തിയേ പറ്റൂ ജഗ, അല്ലാതെ കണ്ട നസ്രാണികളെ ഈ കുടുംബത്തിൽ കയറിയിറങ്ങാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. വർമ്മ ഉറപ്പോടെ പറയുമ്പോൾ അവർ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അവളുടെ എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ ഇതിന് സമ്മതിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ജഗൻ തൻ്റെ സംശയം ചോദിച്ചു. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ജഗ, അത് നമുക്ക് കൂടി ഗുണമുള്ള കാര്യമാണല്ലോ. വർമ്മ തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു കേട്ടതും ജഗൻ്റെയും മുഖം ഒന്ന് വിടർന്നു. അവരുടെ സംസാരം കേട്ടതും ഇന്ദ്രൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കോടത്തിന് സിദ്ധുവും, നീ അവരെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇന്ദ്രൻ്റെ പോക്ക് നോക്കി വർമ്മ പറഞ്ഞതും ജഗൻ തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട അയാൾ പല കണക്ക് കൂട്ടലുകളുമായി ജനലിനരികിലേക്ക് നീങ്ങി. വെറുതെ വാശി പിടിച്ച് ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങുന്നത് എന്തിനാ സഹസ്ര? പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ? അക്ഷയുടെ നിർബന്ധപ്രകാരം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നതാണ് സഹസ്രയും ദക്ഷയും ആക്ഷയും. വീരസിംഹനെ നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവർ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുന്ന അക്ഷയ് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന സഹസ്രയെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു വീരസിംഹൻ. ഞാൻ പറഞ്ഞിട്ടാപ്പാ, എനിക്ക് വയ്യ ഇനിയും അവൾ കിടന്ന് ശ്വാസം മുട്ടാൻ. എന്തെങ്കിലും വന്നാലും എൻ്റെ അടുത്ത് എല്ലാം അറിയുന്ന ഒരു ഡോക്ടർ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദക്ഷയെ നോക്കി അക്ഷയ് ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ അവരെ ഇന്ന് കൂർപ്പിച്ച് നോക്കി. നിന്നോട് പിന്നെ പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റില്ലല്ലോ. അക്ഷയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് വൈദേഹി പറഞ്ഞതും അവൻ മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചു. ശ്രീനിവാസനും കുടുംബവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. തരുണി തനിക്കരികിലിരിക്കുന്ന സഹസ്രയെ നോക്കുന്നത് കണ്ടതും അമർഷത്തോടെ അക്ഷയ് അവളെ ഒന്ന് നോക്കി. പക്ഷെ ആൾ ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെയാണ് നിൽപ്പ്. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, 2 ആളും പോയി ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോഴേക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വൈദേഹി പറഞ്ഞു കേട്ടതും സഹസ്ര എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് നടന്നു. ദക്ഷ പോകാതെ ഒന്നും പരുങ്ങി. താൻ ഏത് റൂമിൽ പോകുമെന്ന ഒരു ചോദ്യമായിരുന്നു അവളുടെ ഉള്ളിൽ. ആക്ഷ റൂമിനരികിലെ റൂം എടുത്ത മോളെ, ഡ്രസ്സെല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. ഇന്നലെ കുറച്ചധികം സഹസ്ര വാങ്ങി വെച്ചിരുന്നു. വൈദേഹി പറഞ്ഞു കേട്ടതും മനസ്സൊന്ന് കുളർന്നതുപോലെ അവൾ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവർ പറഞ്ഞ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി അവിടുത്തെ ഷെൽഫ് തുറക്കുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ അതിശയത്തിലൊന്ന് വിടർന്നു പോയി.
താൻ കരുതിയതിനേക്കാൾ കൂടുതൽ ഡ്രസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ അടിവസ്ത്രങ്ങൾ കൂടെ കണ്ടതും ജാളിത കൊണ്ട് മുഖം തിരിച്ചവൾ. പിന്നെ അധികം ചിന്തിച്ച് സമയം കളയാതെ വേഗം തന്നെ അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാൻ വേണ്ടി കയറി. തിരിച്ച് ഹാളിലേക്ക് എത്തുമ്പോൾ സഹസ്രയും ഫ്രഷായി എത്തിയിരുന്നു. എല്ലാവർക്കും ആവശ്യമുള്ള ജ്യൂസുമായി വന്ന വൈദേഹി തൻ്റെ അരികിൽ ദക്ഷയും പിടിച്ചിരുത്തി. അവർ പരസ്പരം ഓരോന്നും പറയുമ്പോൾ ദക്ഷ അതിനെല്ലാം കേൾവിക്കാരിയായിട്ട് മൗനമായിരുന്നു. തരുണിമോളുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്തായി വീര? പഠിത്തം കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഇവരുടെ മനസ്സിൽ മറ്റാരെങ്കിലും പതിഞ്ഞു പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് ഉറപ്പിച്ചു വെക്കാലോ? ശ്രീനിവാസൻ ഗൗരവത്തോടെ പറയുമ്പോൾ ദക്ഷ ഞെട്ടലോടെ സഹസ്രയെ നോക്കി. അവൻ്റെ മുഖമാകെ ഗൗരവത്തിലിരിക്കുന്നുണ്ട്. ദക്ഷ വേഗം തരുണി എന്ന് നോക്കി. അവളാണെങ്കിൽ നാണം കൊണ്ട് പൂത്തൊലിഞ്ഞതുപോലെ നിൽക്കുകയാണ്. അത് കണ്ട ദക്ഷ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി. ബാക്കിയൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും എല്ലാവരുടെ മുന്നിൽ നിന്നും എങ്ങനെ എഴുന്നേറ്റ് പോകുമെന്നതുകൊണ്ട് ദക്ഷ അമർഷത്തോടെ അവിടെ തന്നെ ഇരുന്നു. ശ്രീനിവാസൻ പറഞ്ഞു കേട്ട ഞെട്ടിലായിരുന്നു അക്ഷയും. അവൻ്റെ നോട്ടവും തരുണിയിലെത്തി നിന്നു. ആൾ നല്ല സന്തോഷത്തിലാണെന്ന് ആ മുഖത്തെ നിറഞ്ഞ ചിരിയിൽ നിന്നും മനസ്സിലാകും. പക്ഷെ ദക്ഷയെ ഓർക്കെ അവൻ്റെ മുഖം ഒട്ടും തെളിഞ്ഞില്ല. എങ്കിലും സഹസ്രയുടെ ഇഷ്ടം എന്താണെന്നറിയാതെ അവനുള്ളിൽ ഒരു വല്ലായ്മ ഉടലെടുത്തു. സഹസ്രയാണെങ്കിൽ ഗൗരവത്തിലിരിക്കുകയാണ്. ആ മുഖത്തു നിന്നും ആ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അവന് തോന്നി. ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞല്ലോ ശ്രീനി. കുട്ടികളെ ഇഷ്ടമല്ലേ പ്രധാനം. അവർക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? വീരസിംഹൻ ഗൗരവത്തിൽ ചെറുചിരി വിരിയിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ശ്രീനിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അല്ല, ഇതിപ്പോൾ തരുണി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പഠിത്തത്തിനിടയിൽ എന്തിനാ വെറുതെ മനസ്സിൽ വേണ്ടത് ചിന്തയൊക്കെ ഇട്ടുകൊടുക്കുന്നത്? എന്തായാലും അവരുടെ ക്ലാസ് എല്ലാം കഴിയട്ടെ. ക്ഷമ നശിച്ചതുപോലെ അക്ഷയ് പറഞ്ഞതും തരുണി അവനെ അമ്പരപ്പോടെ നോക്കി. പിന്നെ വിഷാദഭാവത്തോടെ മുഖം താഴ്ത്തി. മിണ്ടാതിരിക്കടാ. വൈദേഹി അക്ഷയെ നോക്കി കണ്ണുരുട്ടിയതും അവൻ പിന്നൊന്നും മിണ്ടാൻ നിന്നില്ല. എങ്കിലും മുഖം താഴ്ത്തിയിരിക്കുന്ന ദക്ഷയിൽ തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ. ആ മനസ്സിപ്പോൾ നന്നായിട്ട് നീറുന്നുണ്ടാകും. അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി ഒരു ദീർഘശ്വാസം എടുത്തു. ഇതിപ്പോൾ ആരാ ഇവിടേക്കൊരു വിസിറ്റ്? കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും വൈദേഹി സംശയത്തോടെ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. പോയി നോക്കിക്കേ വൈദു, ചിലപ്പോൾ അക്ഷയുടെ ഫ്രണ്ട്സ് വലതുമാകും. വീരസിംഹ പറഞ്ഞു കേട്ടതും അവർ തലകുലുക്കിക്കൊണ്ട് ഡോർ തുറക്കാനായി നടന്നു. ആരാ? വൈദേഹി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഒട്ടൊരമ്പരപ്പോട് ചോദിച്ചു. റെഡ്ഡി സാർ, ഞങ്ങൾക്കൊന്ന് കാണാൻ. വന്നവരിൽ ഒരുവൻ ബഹുമാനത്തോടെ പറഞ്ഞതും വൈദേഹി തല കുലുക്കിക്കൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വൈദേഹിയുടെ കൂടെ കയറി വരുന്നവരെ കണ്ടതും ദക്ഷയുടെ മുഖമൊന്ന് കറുത്തു. അക്ഷയുടെ അവസ്ഥയും അത് തന്നെ. പക്ഷെ എല്ലാവരുടെയും ഒപ്പം ഇരിക്കുന്ന ദക്ഷയെ കണ്ട് സിദ്ധുവിൻ്റെയും ജഗൻ്റെയും വർമ്മയുടെയും കൂടെ വന്ന ഇന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ കണ്ണുകൾ ആവേശത്തോടെ അവളിൽ അലഞ്ഞു നടന്നു. അത് കണ്ടതും ദക്ഷ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. ഞങ്ങൾ അറിയാം വന്ന കാര്യം. വർമ്മ ഗൗരവത്തിലിരിക്കുന്ന വീരസിംഹനെ നോക്കി പതിയെ പറഞ്ഞതും അയാൾ മറുപടിയായിട്ട് അല്പം കനപ്പിച്ചു പറഞ്ഞു. ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതല്ലേ നല്ലത്? വർമ്മ സൗഹൃദത്തിൽ ചാലിച്ച പുഞ്ചിരിയോടെ പറഞ്ഞതും വീരസിംഹ ഒന്ന് മൂളിക്കൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള അനുവാദം കൊടുത്തു. ദക്ഷ ഡോക്ടറെ കാര്യം പറയാനാണെങ്കിൽ വന്ന വഴി നിങ്ങൾക്ക് തിരികെ പോകാം. ഡോക്ടറെ ഇഷ്ടമില്ലാതെയാണ് നിങ്ങളുടെ കൊച്ചുമകൻ ആ കഴുത്തിൽ താലി ചാർത്തിയത്. അത് അയാളായിട്ട് പൊട്ടിച്ചെറിഞ്ഞ് ആ ബന്ധം തീർത്തിട്ടുണ്ടല്ലോ. പിന്നെയും നിങ്ങൾ അത് പറഞ്ഞു വന്നതാണോ? അക്ഷയ് ദേഷ്യത്തോടെ ഇന്ദ്രനെ ഒന്ന് നോക്കി. വർമ്മയോട് ചോദിക്കുമ്പോൾ അയാൾ വിളറിയപ്പോലെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ കാര്യം പറയാനാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇവിടെയുള്ളവർക്ക് ആർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. അക്ഷയ് തീർത്തു പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഇന്ദ്ര. ഇന്ദ്രൻ്റെ ദേഷ്യം മനസ്സിലാക്കിയ പോലെ സിധു പതിയെ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചതും ഇന്ദ്രനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു തുറന്നു. ഞങ്ങൾ ദക്ഷമ്മളോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഇന്ദ്രൻ്റെ തെറ്റെല്ലാം ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. വർമ്മ ദുഃഖത്തോടെ പറഞ്ഞു കേട്ടതും ദക്ഷ അയാളെ തന്നെ നോക്കി നിന്നു. ഇനി എന്താ പറയുന്നതെന്ന പോലെ. ഇന്ദ്രൻ മാത്രമേ തെറ്റ് ചെയ്തുള്ളൂ. അപ്പുവിൻ്റെ പെങ്ങളോ? ഞങ്ങൾ കൊച്ചിനെ കൂട്ടിക്കൊടുക്കാൻ നോക്കിയതല്ലടൂ. അങ്ങനെ ചെയ്ത് അവളെ നിങ്ങളെ മുന്നിലിട്ട് കൊല്ലാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. എൻ്റെ ചെക്കൻ വയ്യാതെ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. സഹസ്ര തൻ്റെ ക്രോധം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചതും ദക്ഷ തല അല്പം ഉയർത്തി ഇന്ദ്രനെ നോക്കി. അവൻ്റെ മുഖം വിളറിയിരിക്കുന്നതും നാണക്കേട് കൊണ്ട് ആ തല കുനിയതും നോക്കി നിന്നു അവൾ. അറിയാം മോനെ, നിങ്ങളുടെ എല്ലാം ദേഷ്യം എനിക്ക് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ ദക്ഷമോള് നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെയൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വർമ്മ തന്നെ നിരപരാധിത്വം വെളിപ്പെടുത്തിയത് കേൾക്കിയ സഹസ്ര പുച്ഛത്തോടെ ഒന്ന് മുഖം തിരിച്ചു. നിങ്ങൾ ഇനിയും വന്ന കാര്യം പറഞ്ഞില്ല. വീരസിംഹ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞങ്ങളുടെ കുട്ടി, അവൾക്കൊരബദ്ധം പറ്റി. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറ്റാവുന്ന ഒരു തെറ്റ്.
സ്വയം രക്ഷ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദക്ഷ മോളെ മനഃപൂർവ്വം കരുവാക്കി. അറിയാം, ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു അതെന്ന്. വർമ്മ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ബാക്കി എന്തെന്നറിയാൻ ദക്ഷ അയാളെ നോക്കി. അവൾ ജീവനൊടുക്കാൻ ഒരു ശ്രമം നടത്തിയെന്നിടെ ഞങ്ങൾ കണ്ടതുകൊണ്ട് തലനാരിഴയ്ക്ക് ഞങ്ങളുടെ കുട്ടി രക്ഷപ്പെട്ടു. വർമ്മ പറഞ്ഞു കേട്ടിട്ടും അവിടെ ആർക്കും സഹതാപമൊന്നും തോന്നിയില്ല. ദക്ഷയ്ക്കും ഞങ്ങളുടെ ഒരേ ഒരു പെൺതരിയാണ്. അവൾ അങ്ങനെ കൺമുന്നിൽ കിടന്ന് ചാകുന്നത് നോക്കി നിൽക്കാൻ വയ്യ. ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അവൾക്ക് നിങ്ങളെല്ലാവരും മാപ്പ് കൊടുക്കണം. വർമ്മ അവർക്ക് മുൻപിൽ കൈകൾ കൂപ്പിയതും ഇന്ദ്രനും സിധുവും ഞെട്ടലോടെ അയാളെ നോക്കി. ആരവളോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ കൺമുന്നിലിട്ടാണ് ദക്ഷ ഡോക്ടറെ അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഈ നിൽക്കുന്ന പെണ്ണിൻ്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു വരാൻ പറ്റിയത്. അങ്ങനെയുള്ളപ്പോൾ അവളോട് ക്ഷമിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും? അക്ഷയ് ദേഷ്യത്തിൽ പറഞ്ഞു. ഈ വിരോധമെല്ലാം മറന്ന് നമുക്കൊരു കുടുംബമായിക്കൂടെ? മനസ്സിലായില്ല, നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? വർമ്മ പതുങ്ങിയതുപോലെ ചോദിച്ചു കേട്ടതും സഹസ്രം നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ കുട്ടിക്ക് ഇവിടെ നിന്ന് ഒരു വിവാഹം. സഹസ്രബ്രഹ്മയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ്സിൽ നേടിയെടുത്ത നേട്ടങ്ങൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും മോനോട് ബഹുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കുടുംബത്തിലേക്ക് മരുമകനായി കിട്ടുന്നത് വലിയ പുണ്യമായിട്ട് കാണുന്നു ഞങ്ങൾ. ഇപ്പോൾ ഇറങ്ങിക്കോണം. വല്ലവൻ്റെയും കൂടെ കൂത്തായിട്ട് നടന്നവളെ എൻ്റെ ഏട്ടന് തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഈ വീട് തേടി വന്നിത് പറയാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? വയ്യാതെ കിടന്നിട്ടും ചാടി എഴുന്നേറ്റുകൊണ്ട് അടുത്തിരുന്ന അവൻ ജ്യൂസ് കുടിച്ച ഗ്ലാസ് ഊക്കോടെ നിലത്തേക്ക് എറിഞ്ഞു ഉടച്ചു. പക്ഷെ കാൽ തെറ്റി അവനിന്ന് വീഴാൻ പോയി. അക്ഷയ് അത് കണ്ടതും വെപ്രാളത്തോടെ ദക്ഷ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത്രയും നേരം നാണക്കേട് കൊണ്ട് കുനിഞ്ഞുകൂടിയ ഇന്ദ്രൻ ദക്ഷ അക്ഷയെ ചേർത്ത് പിടിച്ചു നോക്കി കണ്ണുകൾ ചുവപ്പിച്ചു. അവൻ അക്ഷയുടെ വല്ലാത്ത പക തോന്നി. അവളുടെ സ്നേഹം അനുഭവിക്കുന്നതിൽ. സൂക്ഷിച്ചിരിക്കുക അക്ഷി, നീ ഓക്കെ ആയിട്ടില്ല. ദക്ഷ ഗൗരവത്തോടെ അവനെ പിടിച്ച് സെറ്റിലായിരുത്തി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്തു പറയണം ഡോക്ടറെ? ആഷി അവളെ നോക്കി ദയനീയമായി ചോദിച്ചു. ഞങ്ങളുടെ കുട്ടിക്കൊരബദ്ധം. മോളുടെ കൂടെ പഠിക്കുന്ന പയ്യൻ പ്രണയമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോളെ ചതിച്ചതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു കാരണങ്ങളാണോ? നിങ്ങളെല്ലാവരും ഇത്രയും പഠിപ്പും വിവരവുമൊക്കെ ഉള്ളവരല്ലേ? തെറ്റു മുഴുവനും തൻ്റെ കൊച്ചുമകളുടെ ആണെങ്കിലും വർമ്മ താഴാവുന്നതിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്നു. ബാക്കി ആർക്കും നാവ് ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നാണക്കേട് കൊണ്ട് നാക്കെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ പോലെ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു കാരണങ്ങളല്ല. അതിലൊന്നും ഞങ്ങൾ വലിയ വില കൊടുക്കുന്നുമില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്, അതിപ്പോൾ സ്വന്തം നന്മയെ കരുതിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കാമുകനാൽ ചതിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ സഹസ്രം ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളിതിന് സമ്മതിക്കുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ കുട്ടിയെ ചതിക്കാൻ കൂട്ടുനിന്നവളെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. വീരസിംഹ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും വർമ്മ സങ്കടത്തോടെ അയാളെ നോക്കി. നിറവയറുമായി വീട്ടിൽ നിൽക്കുന്ന മാളവിനെ കാണുമ്പോൾ ആളുകൾ തങ്ങളെ കുറ്റപ്പെടുന്ന ഓർത്തുകൊണ്ട് വർമ്മ തന്നെ നെഞ്ചൊന്നൊഴിഞ്ഞു. എന്താ അച്ഛാ? അത്രയും നേരം മിണ്ടാതിരുന്ന ജഗൻ വർമ്മ നെഞ്ചിൽ കൈ ഒഴിഞ്ഞ് കണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു. ഒരു നെഞ്ചുവേദന പോലെ. കുഴപ്പമൊന്നുമില്ല, അയാൾ പരവേശത്തോടെ പറഞ്ഞു കേട്ടതും വൈദേഹി ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അയാൾക്ക് നിര നീട്ടി. അത് വാങ്ങി കുടിച്ചുകൊണ്ട് നെഞ്ചിൽ അമർത്തി തടവി അയാൾ. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് കരുതിയത് കൊണ്ടാണ് നിങ്ങളുടെ വീട് തേടി വന്നത്. ഇതിപ്പോൾ വർമ്മ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് തന്നെ വീരസിംഹയെ നോക്കി. അയാൾ പക്ഷേ ഭാവമാറ്റം ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. അയാൾ മാത്രമല്ല സഹസ്രയും. പോകാം മുത്തച്ഛ. ഇന്ദ്രൻ എഴുന്നേറ്റുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും വർമ്മ അവനെ കനപ്പിച്ചൊന്ന് നോക്കി. അത് കാണി കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ നോട്ടം തിരിച്ചു. ഇനിയും ഇവിടെയുള്ളവരുടെ മുൻപിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കാൻ വയ്യ, പ്രത്യേകിച്ച് ദക്ഷയുടെ മുൻപിൽ. അവൾക്ക് മുൻപിൽ ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കാൻ കാരണക്കാരിയെ മാളുവിനോട് ഇന്ദ്രന് വല്ലാത്ത പക തോന്നി. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ അവളെന്താ പ്രഗ്നൻ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയൊരു പയ്യൻ നിൽക്കുമ്പോൾ പുറത്തുനിന്നും ആളെത്തിയിരുന്ന് എന്തിനാ? വർമ്മയുടെ സംസാരം കേട്ടും അക്ഷയ് സിദ്ധുവിനെ നോക്കിയൊരു പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ടതും സിദ്ധു വല്ലാതെ നിന്ന് ഞെട്ടിപ്പോയി. അനാവശ്യം പറയരുത്, എൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ കാണുന്ന കുട്ടിയാണ്. സിദ്ധു അക്ഷയ്ക്ക് നേരെ ചൂടായി. പെങ്ങളെപ്പോലെയല്ലേ? അത് സാരില്ല. ഇവിടെ വന്ന് ഞങ്ങൾ കാല് പിടിക്കുന്ന സമയം മതിയല്ലോ നിങ്ങൾക്ക് നാണക്കേടൊക്കെ തീർക്കാൻ. അക്ഷയ് വിടാൻ ഭാവമില്ലാത്തതുപോലെ പറഞ്ഞു കേട്ടതും സിദ്ധു അവനെ രൂക്ഷമായി നോക്കി. പോകാം മുത്തച്ഛ, ഇനിയും ഇവിടെ എല്ലാവരുടെയും മുൻപിൽ നിന്ന് നാണം കെടാൻ എനിക്ക് വയ്യ. സിദ്ധു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും കൊടയിന്ദ്രനും എഴുന്നേറ്റു. മാന്യമായി സംസാരിക്കാൻ വന്ന തങ്ങളെ നാണം കെടുത്തി പറഞ്ഞയക്കുന്ന വീരസിംഹയോടും അക്ഷയോടുമൊക്കെ അയാൾക്ക് വല്ലാത്ത പക തോന്നി. കൂടെ എല്ലാം കണ്ടും കേട്ടു നിൽക്കുന്ന ദക്ഷയെ കടുപ്പത്തിൽ നോക്കാനും മറന്നില്ല. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ഇന്ദ്രൻ സഹസ്രയെന്ന് നോക്കി.
രാജാവിനെ പോലെ രണ്ട് കൈയും നിവർത്തി വെച്ച് പ്രൗഢിയോടെ ഇരിക്കുന്ന അവനെ കാണി വല്ലാതെ പുകഞ്ഞു അവനും. ദക്ഷയുടെ കൂട്ടത്തിലാണല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു തരം വീർപ്പുമുട്ടൽ. എല്ലാടെയും സംസാരങ്ങളൊക്കെ കേട്ടിരിക്കുവാണ് സഹസ്ര. അവരോട് മറുപടി പറയാൻ പോലും അവന് തോന്നിയില്ല. ആ മുഖം ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ഞങ്ങളെന്നാ വർമ്മ എഴുന്നേറ്റുകൊണ്ട് കൈകൾ കൂപ്പിയതും വീരസിംഹം ഒന്ന് തല കുലുക്കി. അത് നോക്കി പകയോടെ തിരിഞ്ഞു പോകുന്ന വർമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ചി, ഇങ്ങനെയുണ്ടോ ആൾക്കാർ? അവളുടെ എല്ലാ കൊള്ളരുതായ്മയും ഏട്ടൻ കണ്ടു എന്നറിഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കുന്നു. അവർ പോയത് കണ്ടും അക്ഷയ് ദേഷ്യത്തോടെ പുറകുറുത്തു. ഏട്ടൻ എന്താ അവരോടൊന്നും പറയാതിരുന്നത്? ആ കിളവൻ്റെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കണമായിരുന്നു ആദ്യം. അക്ഷയ്ക്ക് തൻ്റെ ദേഷ്യം തീരുന്നില്ലായിരുന്നു. സമയമുണ്ടല്ലോ ആഷി, സഹസ്ര ഗൗരവത്തോടെ അത്രയും പറഞ്ഞു. അതിനവനൊന്ന് അമർത്തി മൂളി. ആൾക്കാർക്ക് കല്യാണം ആലോചിച്ച് വന്നു തുടങ്ങിയല്ലോ. എല്ലാം കണ്ടും ചിരിയോടെ ഇരുന്ന ശ്രീനിവാസൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ടും അക്ഷയ് അയാളെന്ന് കോർപ്പിച്ച് നോക്കി. ഇനിയിപ്പോൾ മോളെ ഏട്ടന് കെട്ടിച്ചു കൊടുക്കാനുള്ള കാര്യം പറയാൻ നിൽക്കുമായിരിക്കും. അവനുള്ളിലായി പിറുപിറുത്തു. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അക്ഷയ് ഗൗരവത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കേട്ടും അവിടെ എല്ലാം ശ്രദ്ധ അവൻ്റെ നേർക്കായി. എന്താടാ? വൈദേഹി സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. അത് നിങ്ങളെല്ലാം നടത്തി തരണം. അക്ഷയ് പറഞ്ഞു കേട്ടും ഞെട്ടിയത് ദക്ഷയാണ്. അവൾ വല്ലാത്തൊരു പിടപ്പോടെ അക്ഷയ് നോക്കി. അവൻ പക്ഷേ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ആഷി വേണ്ട. ദക്ഷ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അനുജൻ ഇങ്ങനൊരു പ്രണയം തന്നോടുണ്ടെന്നറിഞ്ഞാൽ ആ മനസ്സിൽ താൻ എന്നും ഒരു സഹോദരി സ്ഥാനത്താകും. അത് മാത്രം ചിന്തിക്കാൻ വയ്യ. എനിക്ക് കിട്ടണ്ട. എങ്കിലും അനിയൻ്റെ പെണ്ണായി കാണുന്നത് സഹിക്കില്ല. ദക്ഷ ചുവന്നു പോയ കണ്ണുകളോടെ ഗൗരവത്തിൽ അക്ഷയ് നോക്കുന്ന സഹസ്രയൊന്ന് നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. ആരാള്? വൈദേഹി ചിരിയോടെ അവനോട് ചോദിക്കുമ്പോഴും നോട്ടമെല്ലാം മുഖം കുനിച്ചിരിക്കുന്ന ദക്ഷയിലേക്കാണ്. അവർക്കറിയാം അക്ഷയ്ക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. എനിക്ക് തരുണിയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞെട്ടലോടെ തന്നെ നോക്കുന്ന തരുണിയെ നോക്കി അക്ഷയ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് വികസിച്ചു. പിന്നെ അതിൽ അല്പം കണ്ണുനീർ പൊഴിഞ്ഞു. അത് കാണി അക്ഷയ്ക്ക് കുറ്റബോധം നിറഞ്ഞുവെങ്കിലും ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് അവളെ തള്ളിവിടാൻ വയ്യ. അത് ദക്ഷ മാത്രം മതി. ഏട്ടനെ അത്രയ്ക്ക് ആത്മാർത്ഥമായാണ് ദക്ഷ സ്നേഹിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. നീ എന്തൊക്കെയാ അക്ഷയ് പറയുന്നത്? അക്ഷയ് പറഞ്ഞു കേട്ടും ഞെട്ടലോടെ വൈദേഹി അവനെ ഉറ്റുനോക്കി. പെണ്ണ് മാറിപ്പോയ അമ്പരപ്പിലായിരുന്നു അവർ. സത്യമാണമ്മേ, എനിക്ക് തരുണിയെ ഇഷ്ടമാണ്. അവൻ ആരെയും നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷ അവനെ നോക്കി തറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയാണ് അവനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. കൂടാതെ ഇനി സഹസ്രയുടെയും മറ്റുള്ളവരുടെയും തീരുമാനം എന്താകുമെന്ന് ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അവൾക്ക്.